ഹലോ, ഇന്ന് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻ ആയാലോ? ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ചിക്കൻ കറിക്ക് കോമ്പിനേഷനായിട്ട് അരിയുറട്ടി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചൂടാക്കുന്നത്. ഞാൻ ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നേരെ അരിയുറട്ടി ഉണ്ടാക്കാനായിട്ടാണ് ഈ പോകുന്നത്. ആൻഡ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഇതൊന്നുമല്ല. ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ അരിയുറട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ അതിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അതിന് ഉരുട്ടി അങ്ങനെ റെഡിയായി വരുന്നുണ്ട്. സോ ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്കുള്ള പ്രിപ്പറേഷൻ. അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങാപ്പാൽ എടുക്കണം. സോ ആദ്യം തേങ്ങ കുറച്ച് ക്രഷ് ചെയ്തിട്ട് അത് തേങ്ങാപ്പാൽ ഇങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള ബേറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും പിന്നെ ആവശ്യത്തിന് ഏലക്കയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു എഗ്ഗും കൂടി ആഡ് ചെയ്തിട്ട് അല്പം ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് അല്പം തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തതിന് ശേഷം അത് വൺസ് അഗെയിൻ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ അത് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ആ റെഡി ആയിട്ട് വന്ന ബാറ്റർ നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അത് ഒരു ടൈം അല്ല, 2 ടൈമാണ്, 2 തവണയായിട്ടാണ് അത് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതിലാണോ ഇത് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് അതിലേക്ക് അല്പം ആവശ്യത്തിന് നെയ്യ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ള ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. സോ അത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അനി കാണുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നു ഈ ഒരു ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും മധുരം ഇച്ചിരി കുറവായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് നോമ്പ് തുറക്കാനുള്ള ടൈമായിട്ട് വരുന്നുണ്ട്. സോ അതിന് മുന്നേ തന്നെ ഫുഡ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ കിണ്ണത്തപ്പം എടുത്ത് കഴിച്ചത്. ആൻഡ് ലാസ്റ്റ് കഴിക്കാനായിട്ട് മാറ്റി വെച്ചത് തന്നെയായിരുന്നു. ആൻഡ് അത് എടുത്തപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരം കുറച്ച് കുറവായിരുന്നു. എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല, ബട്ട് ഇത് കഴിക്കാൻ അടിപൊളിയായിരുന്നു. സോ ഇതാണ് ഇന്നത്തെ നോമ്പുതുറ ഡിഷസ്. ബൈ.